സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ നിന്റെ നല്ല പിള്ള ചമയലങ്ങ് അമ്മായിയുടെ അടുത്ത് മക്കളുടെ അടുത്ത് മതി, ഈ അനന്തന്റെ അടുത്ത് വേണ്ട. ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോഴേ നടുങ്ങി വിറച്ച് ഞാനങ്ങ് തേങ്ങൂന്ന് കരുതിയോ? പറയടാ, നാട് മൊത്തം നടന്ന് പറ. വിലപ്പെട്ട ഒരു ജീവിതം വേണ്ടാന്ന് വച്ചവളാ ഞാൻ. ഇനി എനിക്കൊന്നും തിരിഞ്ഞു നോക്കാനില്ല. എന്ത് നേരിടാൻ ഒരുങ്ങിയിട്ടാ എന്റെ ഇങ്ങോട്ടുള്ള വരവ്? പാവം പിടിച്ച കുറെ പെണ്ണുങ്ങളോട് നീ കാണിക്കുന്ന ഈ നാലാംകിട ചെറ്റത്തരമുണ്ടല്ലോ, അത് ഈ കൃഷ്ണവേണിയുടെ അടുത്ത് വേണ്ട. നിർത്തടി. അവളുടെ ഒരു ചെലക്കല് വല്ലാണ്ട് കൊമ്പത്ത് കേറിയാലുണ്ടല്ലോ ഒടിച്ചു മടക്കും ഞാൻ. നിന്നെയൊക്കെ തൊട്ടല്ലേ എന്റെ കയ്യ നാറ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ കയ്യെ ഓങ്ങിയിട്ടുള്ളൂ. ഇനി എന്റെ അമ്മായിയും മക്കളെയും വരട്ടാനായി അങ്ങോട്ടെങ്ങാനും വന്നാലുണ്ടല്ലോ, ആ പാവ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച പണം ഉണ്ടല്ലോ, അത് നീ അവിടെ കൊണ്ടെത്തിക്കും, എത്തിച്ചിരിക്കും. അതിനുള്ള വഴി എന്താന്ന് എനിക്കറിയാം. നന്ദിനി മോളെ, അമ്മ
വിളിച്ചോ? എനിക്കിത്തിരി വെള്ളം വേണം. എന്തു പറ്റി അമ്മാവാ? എന്തോ ചെറിയൊരു വേദന. അമ്മാവാ വന്ന് കിടക്ക്. പതുക്കെ. സൂക്ഷിച്ച്. മോള് വെള്ളം എടുത്തോണ്ട് വാ. അമ്മേ, എന്താ മോളെ? അമ്മാവന് വയ്യാൻ തോന്നുന്നു. എന്തു പറ്റി? അയ്യോ എന്റെ ഈശ്വര. അയ്യോ എന്താ ഗോവിന്ദ, എന്താ പറ്റിയേ? വല്ലാത്തൊരു അസ്വസ്ഥത. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. നീ ഇപ്പൊ എന്താ ചെയ്യാ? മോളെ മരുന്ന് എവിടെ വെച്ചിരിക്കുന്നു? വേണിക്ക് അറിയൂ. അയ്യോ അവള് വരട്ടെ. എന്റെ ഈശ്വര, വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒന്ന് എടുത്ത് വീശി കൊടുക്ക. ഞാൻ പോയി ഒരു വൈദ്യനെ വിളിച്ചോണ്ട് വരാം. അമ്മാവാ വെള്ളം കുടിക്ക. മോളെ ഗോവിന്ദന് തീരെ വയ്യെന്നാ തോന്നുന്നു. ഒരുപാട് വേർക്കുന്നു. അച്ഛാ എന്താ അച്ഛാ, എന്താ? ഏയ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മോള് പേടിക്കണ്ട. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വേണ്ട, വരാം. അതിനുള്ള അസുഖമൊന്നുമില്ല. നീ വന്നല്ലോ മോളെ, അപ്പൊ തന്നെ അവന് ആശ്വാസമായി. അച്ഛൻ മരുന്ന് കഴിച്ചില്ല അല്ലേ? ഇല്ല മോളെ, ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെങ്ങനെ അസുഖം വരാതിരിക്ക? ഒരു നേരം ഞാൻ എടുത്തു തന്നില്ലെങ്കിൽ പിന്നെ മരുന്ന് ഒന്നും കഴിക്കില്ല. ഇന്നിന്ന സമയത്ത് ഇന്നിന്ന ഗുളിക കഴിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നാലും ശ്രദ്ധിക്കില്ല അച്ഛൻ. ഗുളിക കഴിക്കാത്തോണ്ടല്ല മോളെ, അനന്തനെ കാണാൻ പോണ്ടാന്ന് പറഞ്ഞിട്ട് നീ കൂട്ടാക്കിയില്ലല്ലോ, അതിന്റെ ആദിയായിരിക്കും. അതിനച്ഛൻ പേടിച്ചത്? സോറി അച്ഛ, അച്ഛന് വയ്യാന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അന്നേരത്തെ ആവേശത്തില് ഞാൻ അവിടെ പോയിട്ട് പ്രശ്നം വല്ലതും ഉണ്ടായോ? ഏയ്, ചുമ്മാ ഒന്ന് വരട്ടാൻ പോയതല്ലേ. ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്ന് തോന്നിയ അങ്ങനെ മെക്കിട്ട് കയറാൻ വരില്ല അവൻ. നീ വരുന്നത് വരെ എനിക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അമ്മായിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ പണമൊക്കെ അവനിവിടെ എത്തിക്കും. അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പണമൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട, എന്റെ ഗോവിന്ദന് ഒരു മനസമാധാനം ഉണ്ടായാ മതിയായിരുന്നു. ഓപ്പോള് വെറുതെ എന്റെ കാര്യം ഓർത്ത് ആദ്യ പിടിക്കണ്ട. എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. നീ അധികം സംസാരിക്കണ്ട, കുറച്ചേരം കിടന്നോ. ഭഗവാൻ എന്തിനാ എന്റെ ഗോവിന്ദന് ഇങ്ങനെ ഒരു സൂക്കേട് കൊടുത്തത്? അതെനിക്ക് തരാമായിരുന്നില്ലേ? എന്താ ഇത്? അച്ഛനൊന്നും സംഭവിക്കില്ല. മരുന്ന് കഴിക്കാൻ താമസിച്ചേന്റെ. പാവം അവൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല അവന്റെ മനസ്സിന്. അവനിങ്ങനെ വയ്യാന്ന് പറയുമ്പോ അമ്മായി സമാധാനായിട്ടിരിക്കെ. നമ്മളൊക്കെയല്ലേ അച്ഛന് ധൈര്യം കൊടുക്കേണ്ടത്. ഇവിടെ വന്നതിന് ശേഷം അച്ഛനൊരു സമാധാനം കിട്ടിയത്. എനിക്കും അതേ മോളെ, അവനെ അടുത്ത് കിട്ടിയപ്പോഴാ ഒരു ആശ്വാസമായത്. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ബലമാ ഇന്ന് എന്റെ മനസ്സിന്. ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക്, എന്റെ ഗോവിന്ദന്റെ അസുഖമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാ മതിയായിരുന്നു. ആയുസ് മുഴുവനും അവൻ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. ഉണ്ടാവും അമ്മായി. അമ്മായി ധൈര്യമായിട്ടിരിക്കെ. ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ആർക്കും അച്ഛൻ ചെയ്തിട്ടില്ല. ആ അച്ഛനെ അങ്ങനെ അങ്ങ് കൈവിടും ഈശ്വരന്മാര്. ഇല്ല മോളെ, അവന് ദീർഘായുസുണ്ടാവും.
അവൻ എന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അമ്മേ അമ്മേ ഇത്തിരി വെള്ളം എടുത്തുണ്ടോ അമ്മേ? ഓ വന്നോ എന്റെ പുന്നാര മോൻ രാജികാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങ വന്നേ ഒന്ന് കാണട്ടെ. ആ അമ്മ ആദ്യം ഇത്തിരി വെള്ളം എടുത്തേ. അല്ല ഇന്ന് എന്തായിരുന്നു എന്റെ മോന്റെ സാമൂഹ്യ സേവനം? ആ ചെറിയൊരു സേവനം നടത്തിയിട്ട് തന്നെയാ വരുന്നത്. നമ്മുടെ ആ ശ്രീദേവി അമ്മയില്ലേ, അവരെ ആ അനന്തൻ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. പലരുടെയും കടങ്ങൾ വീട്ടാൻ വേണ്ടി സ്വരൂപിച്ച പൈസയാ. അത് മുഴുവൻ അവൻ പിടിച്ചു വാങ്ങിച്ചു. പണമൊക്കെ നഷ്ടപ്പെട്ട് വഴിയിലിരുന്ന് കരയുന്ന കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഒടുക്കം അവരെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി. പാവം, ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത സ്ത്രീയാ. അതിനെ എന്തിനാ അവൻ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? അവരെ പോലുള്ള പാവങ്ങളോടല്ലേ അവന് കയ്യൂക്ക് കാണിക്കാൻ പറ്റൂ. ആണുങ്ങളെ അവൻ കണ്ടിട്ടില്ലല്ലോ. നീ വെറുതെ ഇനി ആ പേരും പറഞ്ഞ് അവനോട് വഴക്കിനൊന്നും നിക്കണ്ട. ഒന്നിനും മടിക്കാത്തവനവൻ. പക്ഷേ അവൻ ഇന്നാ ജീവിതത്തിൽ ആദ്യമായിട്ട് ചുണയുള്ളൊരു പെണ്ണിന്റെ മുമ്പിൽ മുട്ടുകുത്തിയത്. അവനെ വെല്ലാൻ മാത്രം അതാരാ അങ്ങനെ ഒരു പെണ്ണ്? അപ്പോ അമ്മ ഒന്നും അറിഞ്ഞില്ലേ? ശ്രീദേവി അമ്മയുടെ ഒരു ആങ്ങളെയും മോളും ഇപ്പോ അവിടെ ഒന്ന് താമസമാക്കിയിട്ടുണ്ട്. നാട്ടിലൊരു ആങ്ങളെയുള്ള കാര്യം പറയാറുണ്ട് ശ്രീദേവി അമ്മ. അങ്ങേരൊരു റിട്ടയർഡ് മാഷ. ആ മാഷിന്റെ മോളാ ഞാൻ ഈ പറഞ്ഞ കക്ഷി, കൃഷ്ണവേണി. പെണ്ണുങ്ങളായ അങ്ങനെ വേണം. എന്താ ഒരു തന്റെ ഇടം. അനന്തൻ അവളുടെ മുമ്പിലൊന്ന് വിറച്ചു. അസലായി. പെണ്ണായാൽ എന്താ, ആരെങ്കിലും ഒരാളെ അവന് പേടിക്കാൻ വേണമല്ലോ. ഇനിയിപ്പോ അനന്തന്റെ ഒരു വെളച്ചിലും ശ്രീദേവി അമ്മയുടെ അടുത്ത് നടക്കില്ല. ഗോവിന്ദമാഷും വേണിയും അവർക്ക് നല്ലൊരു സഹായം അമ്മേ. അതെന്തായാലും നന്നായി. പക്ഷേ എനിക്കാ ഇവിടെ ആരും സഹായത്തിനില്ലാത്തത്. അതെന്താ അമ്മേ? അമ്മയ്ക്ക് ഞാനില്ലേ? ഓ ഉണ്ടായിട്ടെന്താ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്ക് കിട്ടാറുണ്ടോ നിന്നെ? ഈ നാട് മുഴുവൻ സേവിക്കാൻ നടക്കുകയല്ലേ. എടാ വേണ്ട. എന്താ അമ്മ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ സ്വതന്ത്രനായിട്ട് നടക്കുന്നത് അമ്മയ്ക്ക് കണ്ടുകൂടാ, അത്ര തന്നെ. എന്റെ അമ്മേ, പെണ്ണ് കെട്ടിയ കാല് കെട്ടിയെന്നാണല്ലോ പ്രമാണം. പിന്നെ ഒരു വഴിക്ക് ഇറങ്ങാൻ പറ്റുമോ എനിക്ക്? അതിന് അവളുടെ നേരവും കാലമൊക്കെ നോക്കണ്ടേ? നിന്റെ ഈ വക മുട്ടുന്യായങ്ങളൊന്നും എനിക്ക് കേക്കണ്ട. ഞാനൊന്ന് കിടപ്പിലാവട്ടെ, അപ്പൊ കാണാം പിന്നെ ആരാ നിനക്കുണ്ടാവുകയെന്ന്. അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കെ. അമ്മയ്ക്ക് പറ്റിയ അസലൊരുത്തിയെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് പറ്റിയതല്ല, നിനക്ക് പറ്റിയത്. എന്നാൽ അങ്ങനെ നമുക്ക് ഉടനെ അങ്ങ് പ്ലാൻ ചെയ്യാം. എന്താ പോരെ? ഇതിങ്ങനെ പറയാൻ തുടങ്ങിട്ടെ കാലം കുറയായി. എന്നാ ഇപ്പൊ ഞാൻ പറയുന്നത് കാര്യമായിട്ടാ. അമ്മ നോക്കിക്കോന്ന്. ഒക്കെ ശരിയാക്കാവുന്നേ. കുറെ നാളായി നിന്നെ ഞാൻ നോക്കി വെച്ചിട്ട്. അത് ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഒന്നും ചെയ്തില്ലല്ലേ? പാവം പിടിച്ച തള്ളയെ വരട്ടി പണം പിടിച്ചു പറിക്കാൻ നീ ആരാ? തെരുവുണ്ടോ? ഓ അപ്പൊ അതാണല്ലേ കാര്യം. അതാണ് കാര്യം. വാടാ ഇങ്ങോട്ട്.
നിന്നെ ഇന്ന് ഞാൻ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. എന്തായിരുന്നു അന്നത്തെ പെർഫോമൻസ്? സത്യത്തില് ഞാനങ്ങ് വല്ലാതായി. ഞാൻ കരുതി മാഷിക്കനോട് പരിഭവം കാണുന്ന അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അയ്യേ, അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. വേണി എന്നെ കൂടുതൽ അടുത്തറിയാത്തോണ്ടാ. ആരോടും പരിഭവിക്കാനോ പരാതിപ്പെടാനോ എനിക്കറിയില്ല. അന്നെനിക്ക് അച്ഛനെ മാഷിനെ ധിക്കരിക്കേണ്ടി വന്നത് ഞാനൊരു ധിക്കാരിയോ നിഷേധിയോ ആയതുകൊണ്ടല്ല. അന്നേരം എന്റെ മനസ്സിൽ അവൻ മാത്രമായിരുന്നു അനന്തൻ. അവനോടുള്ള അമർഷം കൊണ്ട് മറ്റെല്ലാം ഞാൻ മറന്നു. എന്തായാലും തന്റെ അടുത്തെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവൻ ആളെന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ശത്രു എത്ര വലിയ ശക്തനായാലും എതിരാളിയുടെ ആദ്യത്തെ അറ്റാക്ക് അതായിരിക്കും അവന്റെ തളർച്ചയും തകർച്ചയും. അവനെ ഇപ്പൊ പോലീസ് പിടിച്ചോണ്ട് പോയതേ ഉള്ളൂ. അവരെ ശരിക്കും കൈകാര്യം ചെയ്യും. ഒന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല മാഷേ. നാളെ ഇനി ഇത്തരം വൃത്തികേട് അവൻ ആരോടും കാണിക്കരുത്. സത്യത്തിൽ സ്ത്രീകൾ അങ്ങനെ വേണം. എന്തായാലും തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. വേണ്ട, എന്നെങ്ങും വല്ലാതെ പൊക്കല്ലേ. ഏയ്, ഞാൻ പൊക്കിയതൊന്നുമല്ല. ഐ അപ്രീഷിയേറ്റ് യു. താങ്ക് യു. ഞാൻ പിന്നെ വേണി, ഈ ഉള്ളവന് ഒരു കൊച്ചു കൂരയുണ്ട്. അവിടെ പാവം പിടിച്ചൊരു അമ്മയും. സൗകര്യം കിട്ടുമ്പോ ഒന്ന് അതിലേ വരണം. തന്നെ കുറിച്ച് പറഞ്ഞപ്പോ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായി. പരിചയപ്പെടാൻ അമ്മ കാത്തിരിക്കുക. ശരി മാഷേ, ഒരു ദിവസം ഞാൻ വരാം. തന്റെ വീരകഥകളൊക്കെ കേട്ടപ്പോ അമ്മ ഇപ്പൊ തന്റെ വലിയൊരു ഫാനായി മാറിയിരിക്കുക. അമ്മേ, അമ്മേ, എന്താ നിന്റെ ഉദ്ദേശം? എന്താ അമ്മേ? ഇപ്പൊ നേരെ എത്രയെന്നറിയോ? അത് പിന്നെ ഇന്ന് നേരത്തെ വരണമെന്ന് കരുതിയ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നാരായണനും സക്രിയൊക്കെ കൂടി പഞ്ചായത്ത് റോഡിന്റെ പ്രശ്നവും പറഞ്ഞ് നിന്റെ അടുത്ത് വന്നു. അല്ല, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ആരാ പറഞ്ഞത്? നീ തന്നെ. ഞാനോ? ആ, ഇതൊക്കെ നീ ഇന്നലെ എന്നോട് പറഞ്ഞതാ. നുണ പറയുമ്പോ ഓർക്കണം എപ്പോഴാ പറഞ്ഞത്, എന്താ പറഞ്ഞെന്നൊക്കെ. അല്ലമ്മേ, അത് ഓ, അന്തിപ്പാതിര വരെ നിന്നെയും കാത്ത് ഒറ്റയ്ക്ക് ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇപ്പൊ കാലം കുറെ ആയില്ലേ ഇത് തുടങ്ങിയിട്ട്. എത്ര പാതിരയായാലും ഞാൻ പോണത് ഓരോരോ നല്ല കാര്യങ്ങൾക്കല്ലേ അമ്മേ. അറിയാം, എന്റെ മോൻ ഒരു ചീത്ത പ്രവർത്തിക്കും പോവില്ല എന്ന് അമ്മയ്ക്കറിയാം. എന്റെ വേദന അതൊന്നുമല്ല. എന്ന് നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടന്നാ മതിയോ? നിനക്കും വേണ്ട ഒരു കുടുംബവും കുട്ടികളും ഒക്കെ. പറഞ്ഞു പറഞ്ഞ് എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കാന്നല്ലാതെ അങ്ങനെ ഒരു വിചാരം ഉണ്ടോ നിനക്ക്? വിചാരമില്ലാതെ അല്ല, പറ്റിയതൊന്നും ഒത്തുവരണ്ടേ അമ്മേ. എങ്ങനെയാ വരിക? അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നീ? ഒന്ന് പിണങ്ങാതിന്റെ ലക്ഷ്മിക്കുട്ടി അമ്മേ. ഒക്കെ അതിന്റെ സമയമാകുമ്പോ നടക്കും. ഇനി എപ്പോഴാ സമയം? മൂക്കി പല്ല് മുളച്ചിട്ടോ? കാരണന്മാര് പണ്ട് പറയുന്നൊരു ചൊല്ലുണ്ട്, നേരാ നേരത്തിന് പെണ്ണ് കെട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടാൻ പോണത് കാക്ക കൊത്തിയതിനെയും കടിച്ചാ മുറിയത്തേനെയും ഒക്കെ ആയിരിക്കുന്നു. അതിനെന്തായാലും അമ്മയുടെ ഈ പൊന്നു മോൻ ഇടവരുത്തില്ല. വലതുകാലം വെച്ചേ ഒരുത്തി ഈ പടി കയറുന്നുണ്ടെങ്കിൽ അതൊരു മഹാലക്ഷ്മി ആയിരിക്കും. മഹാലക്ഷ്മിന്ന് നീ മനസ്സിൽ കണ്ടുവച്ച ആരുടെയും പേരല്ലല്ലോ. ഈ അമ്മയ്ക്ക് എന്താ? അങ്ങനെ എന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറയാതിരിക്കും അമ്മയോട്. അമ്മയോട് മറച്ചു വെച്ചിട്ട് ഒരു കാര്യം എനിക്കില്ല.
അമ്മ വിഷമം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ആ ഇനിയിപ്പോ ഈ പാതിരായ്ക്ക് പെണ്ണാലോചിച്ച് പോകാണെന്ന് എനിക്ക് വയ്യ. വിശന്നിട്ട് കണ്ണ് കണ്ടൂടാ. ഇങ്ങോട്ട് വന്നേ, വാ. ഇത് കണ്ട എങ്ങനെയുണ്ട് ചേച്ചി എന്റെ കോപേട്ടൻ? ഇന്ദുവിന് നല്ല മാച്ചാ. ഇതില് കാണും പോലെയൊന്നുമല്ല, വളരെ സ്മാർട്ട് ആള്. പക്ഷെ ഒരൊറ്റ കുഴപ്പേ ഉള്ളൂ. അതെന്താ? എപ്പോഴും ഞാൻ അടുത്തുണ്ടാവണം. എപ്പോഴും എനിക്ക് എങ്ങനെ അടുത്തിരിക്കാൻ പറ്റുമോ? 100 കൂട്ടം ജോലിയില്ലേ. കാലത്ത് കുളിക്കാൻ ഗോപേട്ടന് ചുടുവെള്ളം ഉണ്ടാക്കണം, കാപ്പിയും പലഹാരം ഉണ്ടാക്കണം, ഗോപേട്ടന്റെ ഡ്രസ് അയൺ ചെയ്യണം. ഒന്നും പറയണ്ട. അതിനിടയ്ക്ക് തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും ഇന്ദു ഇന്ദു ഇന്ദുന്ന്. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യില്ല. എല്ലാത്തിനും ഞാൻ വേണം പിന്നാലെ. ഓ തുടങ്ങിയ അവന്റെ പടവും നോക്കിയിരുന്ന ഒരു വിസ്തരിപ്പ്. വഴി കൂടെ പോണവരെയും വരുന്നവരെയും എല്ലാം കാണിക്കണം. ഇത് തന്നെ അവളുടെ ജോലി. എപ്പ നോക്കിയാലും ഒരു ഗോവേട്ടൻ. നിന്നെ വിട്ടിട്ട് പോയില്ലേ വയറ്റിലൊരെണ്ണത്തിന് തന്നിട്ട്? അമ്മായി വേണ്ട അമ്മായി. നിനക്ക് അറിഞ്ഞൂടെ മോളെ എന്റെ വിഷമം? അത് വല്ലതും അറിയാമോ ഇവക്ക്? എപ്പ നോക്കിയാലും ഒരു ഗോവേട്ടൻ. എനിക്ക് കേക്കണ്ട ആ പേര്. മനസാക്ഷി ഇല്ലാത്തവൻ. ഇനി ആ പേരെങ്ങാനും പറഞ്ഞാൽ അപ്പ അറിയാം എന്റെ സ്വഭാവം.